എന്തു പറയാനാണ്, അങ്ങനെയൊക്കെ തന്നെ. ഒരു മാറ്റവും ഇല്ലെന്നേ. ഇതിപ്പോ 1 മാസം ഇങ്ങനെ നടന്നതല്ലേ, അതങ്ങോട്ട് ശീലായിപ്പോയി. ജയിച്ചിരുന്നെങ്കിൽ പിന്നെ അതിന്റെ നന്ദി സൂചകമായിട്ടാണെന്നെങ്കിലും പറയായിരുന്നു. ഇതിപ്പോ വമ്പിച്ച ഭൂരിപക്ഷത്തിലല്ലേ എതിർ സ്ഥാനാർത്ഥി ജയിച്ചത്. എത്ര ഭൂരിപക്ഷം ഒന്നാ? 825. അങ്ങേരുടെ പ്രായത്തിന്റെ എത്ര ഉള്ളു വോട്ട്? 52. വല്ലാത്ത നാണക്കേടായിപ്പോയി. ഇല്ല, പുറത്തോട്ടൊന്നും അങ്ങനെ പോണില്ല. ഈ മുറ്റത്തെ പുറത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. കാല് കഴിക്കുമ്പോ കയറിക്കിടക്കും. ഒന്ന് കണ്ണടച്ച് കണ്ടാ മതിയായിരുന്നു. അയ്യോ അല്ല, കണ്ണടക്കണ കാര്യമല്ല, ഒന്ന് ഉറങ്ങിയിരുന്നെങ്കിൽ കുറച്ച് നോർമലായനെ. അങ്ങനെ അത് പറഞ്ഞതാണ്. എന്ത് ചെയ്യാനാണ്. എടാ ഞാൻ വിളിക്കാം, എന്തേ ആരോ വന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് കാർ തന്നെ. ബോൺ ജനിക്കുക, ഡൈ മരിക്കുക, കാറിൽ ജനിക്കുക, മരിക്കുക. എവിടെ? ഔട്ട്സൈഡ്. ആ കാർബൺ ഡൈ ഓക്സൈഡ്. ഈശ്വര, അവിടെ നിക്ക്. എന്തിനാ ഇങ്ങോട്ട് എഴുന്നള്ളി വന്നത്? എന്താ പറഞ്ഞ? വീട്ടിലൊരു കാര്യം നടന്നിട്ട് ആരും ഉണ്ടായിരുന്നില്ലല്ലോ. നിന്നെയൊക്കെ അയാൾക്ക് എന്തൊരു ഇഷ്ടമായിരുന്നു. വിഷു കൈനീട്ടം തരിക, വിളിച്ച് സദ്യ കൊടുക്കുക, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്ത. എന്നിട്ട് അയാളുടെ ഒരു കാര്യം വന്നിട്ട് നിങ്ങൾ ഇങ്ങോട്ട് കടന്നടാ. നിന്നെയൊന്നും അങ്ങനെയല്ല കണ്ടിരുന്നത്. അതെന്റെ കെട്ടിയൻ. ഞാൻ മാമന്റെ കാര്യ പറഞ്ഞത്. മാമന് എന്ത് പറ്റിയെന്നാ? അപ്പൊ നീയൊന്നും അറിഞ്ഞില്ലേ? അത് കൊള്ളാം. മാമൻ ഇവിടെ തണുപ്പ് കൂടുതലാണെന്നും പറഞ്ഞോണ്ട് ലക്ഷ്മിയുടെ വീട്ടിലോട്ട് പോയതല്ലേ? മൂന്നാറ്. അവിടെ ചെന്ന് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയതേ ഉള്ളൂ. ഒരൊറ്റ ശ്വാസേ വലിച്ചുള്ളൂ. 2ാമത് ശ്വാസം വലിക്കാൻ മാമന് യോഗം ഉണ്ടായില്ല. നിന്ന ഇപ്പൊ ഐസ് പോലെ മരവിച്ച് ചത്തുപോയി. എവിടാ? അവിടുന്ന് ഇവിടെ കൊണ്ടുവന്ന് അടക്കി. ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്നിട്ട് നീ അറിഞ്ഞില്ലെന്നാ? അതെന്തൊരു കളിയാണ്! എന്തുമാത്രം ഫ്ലെക്സ് ആണ് അവിടെ ഇവിടെ ഒക്കെ വെച്ചിരുന്നത് ചിരിച്ചോണ്ടുള്ള. ദൈവം, ഇലക്ഷന്റെ സമയത്ത് ഞാൻ കണ്ട് മാമന്റെ ചിരിച്ചിരിക്കുന്ന ഒരു ഫ്ലെക്സ്. താഴത്തെ 2 റോസാപ്പൂവും കണ്ട്. ഞാൻ ഓർത്ത് മാമന്റെ ചിഹ്നമാണ്, മാമൻ ഇലക്ഷൻ ഓർത്ത്. എനിക്കറിയോ മാമൻ മരിച്ചുപോയാണെന്ന്. അതുകൊള്ളാം. എന്തൊരു ഇഷ്ടമായിരുന്നു നിന്നെയൊക്കെ. ഒന്ന് താഴത്തൊന്ന് വായിച്ചു നോക്കണ്ടായിരുന്നു. അപ്പൊ അറിയായിരുന്നല്ലോ. ആദരാഞ്ജലി കാണുമ്പോ അറിയാൻ പറ്റുമായിരുന്നല്ലോ ചിഹ്നമാണെന്ന് കരുതിയിരുന്നു. പിന്നെ ആളെ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്ന 2 റോസാപ്പൂ വെച്ചേക്കണം. ഞാൻ ഓർത്ത് മാമൻ ഇലക്ഷൻ ഇതിന്റെ ഇടയിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അതാരാണ്ട് പിള്ളേര് കൊണ്ട് വെച്ചതാണ് ഫ്ലക്സ് എല്ലാം കൂടെ ഈ സ്ഥാനാർത്ഥികളുടെ ഇടയ്ക്ക്. ഞാൻ ഓർത്തത് മാമൻ നിക്കണം ഇങ്ങേരും നിക്കണമെന്ന് പറഞ്ഞിട്ട്. ഇലക്ഷൻ ചെയ്യുന്നത് ഇങ്ങേരാണ്. എന്തെങ്കിലും കാണിച്ചു വെച്ചാൽ കൈ എന്തെങ്കിലും ഇട്ടോ? എടാ, ഇലക്ഷൻ ചെയ്യുന്ന എല്ലാരും ഇങ്ങനെ തൊഴുത് ചിരിച്ച് ഇപ്പൊ തോറ്റിട്ടു ഇത് തന്നെ കാണിക്കണം. അതൊന്ന് മാറട്ടെ എന്ന് കരുതി കെട്ടിയിട്ടതാണ്. കാളെ അഴിച്ചു വിടാന്? ആ നിക്കണതേ കാളയല്ല, എന്റെ കെട്ടിയോനാണ്. കാളെ എന്നല്ല പറഞ്ഞത്. അയാളൊന്ന് അഴിച്ചു വിട്ടേ. നിങ്ങൾ ആളുകൾ കണ്ട മോശം. എടാ, അഴിച്ചു വിട്ടാ ശരിയാകൂല. എന്ത് കാര്യം ഇരിക്കണ്? വെറുതെ ആവശ്യമില്ലാത്ത പരിപാടി കാണിക്കരുത് കേട്ടോ. തരണം. കണ്ടല്ലോ, ഞാൻ നിൽക്കുകയാണ്, മത്സരിക്കുകയാണ്, വിജയിപ്പിക്കണം. എനിക്ക് തന്നേക്കണം. പിന്നെ ആകപ്പാടെ ഉള്ളൊരു ആശ്വാസം, ഈ രോഗം വന്നപ്പോ എന്നോടുള്ള സംശയരോഗം മാറി. അത് തന്നെയുള്ളൊരു സ്വസ്ഥത. അവന്മാര് 2-3 പൂവാലന്മാരെ അവിടെ ഉണ്ട്. ഇവള് വിളിക്കുന്നുണ്ടാന്ന് എത്തി നോക്കുന്നാന്ന് നോക്കിയതാ. അപ്പൊ പോയിട്ടില്ല. 2ഉം ഉണ്ട്. കെട്ടിയിട്, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ നടക്കും. ഞാൻ മത്സരിക്കുകയാണ്. എന്തിനാ കൊണ്ടുപോണത്? ഇവിടുന്ന് വേറെ ഒരു ശല്യവും ഇല്ല. ഈ പുറത്ത് നടന്നുള്ള തൊഴല് മാത്രമേ ഉള്ളൂ. തന്നേക്കണം. ഞാൻ ഭൂരിപക്ഷത്തോടെ എന്നെ വിജയിപ്പിക്കണം. നീ എങ്ങോട്ട് പോണു? ഞാൻ കെട്ടിയിട്ടതാണോ മര്യാദക്ക്? അത് അഴിച്ചിട്ട് കെട്ടടാ മര്യാദക്ക്. കെട്ടടാ. ഞാൻ ഒരു വിധത്തിലാ കെട്ടിയിട്ട് പോയാ മതി. എന്തെന്നാ ഈ നോക്കണത് വാഴയിലേല്? അതെ, ടീച്ചർ പഠിപ്പിക്കുമ്പോ പണ്ട് പറഞ്ഞിട്ടുണ്ട്, സസ്യങ്ങളുടെ ഇലകളിലാണ് ആഹാരം പാചകം ചെയ്യുന്നത് നോക്കിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും നോക്കാറുണ്ട്. ഒരു ചമ്മന്തി പോലും ഇവര് പാചകം ചെയ്യണത് ഞാൻ കണ്ടിട്ടില്ല. തന്നേക്കണേ. ഞാൻ പോയിക്കോട്ടെ. തരില്ലേ? ഇച്ചിരി കഞ്ഞിയ, വെള്ള, കുടിവെള്ള, ചായ, കാപ്പി എന്തെങ്കിലും എടുക്കട്ടെ. വെള്ളം ഏതാ ഉള്ളത്? തിളച്ചാറിയ വെള്ളം ഇരിപ്പുണ്ട്. തിളച്ചാറിയ വെള്ളം കുടിക്കരുത്. തിളച്ചാറിയ വെള്ളം എന്ന് പറയുന്നത് പുഴുക്കൾ നശിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തിളപ്പിക്കുന്നത്.
അത് തിളപ്പിക്കുമ്പോൾ ആ പുഴുക്കൾ അതിനകത്ത് ചത്ത് വീഴും. ചത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ ചീഞ്ഞു കഴിഞ്ഞാൽ നാറും. ആ നാറിയ വെള്ളമാണ് നമ്മൾ കുടിക്കണത്. അത് വയറിന് അസുഖമാണ്. അതുകൊണ്ട് ഒരിക്കലും തിളപ്പിച്ചാറ്റിയ വെള്ളം കഴിക്കരുത്. വേണ്ട, നിങ്ങളും കുടിക്കണ്ട, ഞാനും കുടിക്കണില്ല. ഇനി തരില്ലേ? എനിക്ക് വോട്ട് ചെയ്തില്ലേ? ഓ, ഓട്ടൊക്കെ തരാം. ഇവിടെ വന്നിരിക്കായിരുന്നോ? ഞാൻ അകത്തൊക്കെ നോക്കി. ചായ എടുക്കട്ടെ? ചായ അന്നൊരു കാര്യം ചെയ്യാം. ഇന്നലത്തെ ഇറച്ചിക്കറി ഇരിക്കുന്നുണ്ട്, ഞാൻ പഴംപൊരി ഉണ്ടാക്കാം. പഴംപൊരിയും ബീഫും ആയിട്ട് കഴിക്കാം. നീ എന്താ കാര്യം വെച്ചാ പറ. എന്താ സംഭവം? അതെന്താന്നറിയോ? എന്റെ കൂട്ടുകാരായിട്ടേ ഞാന് മൂന്നാറ് ടൂർ പൊക്കോട്ടെ. പോയിക്കോട്ടെ. പക്ഷെ ഞാൻ 3-4 ദിവസം ഉണ്ടാവൂല. എടി നീ 2, 3, 4, 5 ദിവസം കഴിഞ്ഞിട്ട് വന്നാലും മതി. ഓഹോ, അപ്പൊ എന്നെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു വിട്ടിട്ട് വേണം നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരെ വിളിച്ചു വരുത്തിയിട്ട് അർമാദിക്കാൻ വേണ്ടിയിട്ട്. അയ്യോ, എന്നാ നീ പോകണ്ട. പോണ്ടേ? പോകണ്ട. അപ്പൊ ഞാൻ മൂന്നാർ പോണ്ടേ? നീ നിന്ന് മടിച്ചിത്രാട് കളിക്കാണ്ട് കാര്യം പറ. അല്ല, അപ്പൊ ഞാൻ മൂന്നാറും എന്നെ വിടാണ്ട് ഒന്നും വിടാണ്ട് എന്നെ നിങ്ങളുടെ അടുക്കളയിൽ ഇട്ട് നരയിപ്പിക്കണം. നിങ്ങളുടെ തുണിയും വാരിയായിട്ട് അലക്കി ഇവിടുത്തെ കാര്യങ്ങളും ചെയ്ത് ഞാൻ ഈ അടുക്കളയിൽ കിടന്ന് നരയിച്ച് ഇല്ലാണ്ടാവണം. എന്നാ നീ പോണോ പോണ്ടെന്ന് നീ തന്നെ തീരുമാനിക്കും. ആഹാ, അപ്പൊ നിങ്ങൾ എന്തിനാ എന്റെ കഴുത്തേലേക്ക് താലി കെട്ടി തന്നത്? അപ്പൊ ഒരു കാര്യത്തിനും എന്റെ ഒരു പ്രശ്നത്തിനും നിങ്ങൾ ഇടപെടൂല അല്ലേ? എന്റെ ദൈവമേ, ഇങ്ങനെ ഒരു കഴുതേനുള്ളോ ദൈവമേ എനിക്ക് തന്നത്? എടി, നിനക്ക് കിട്ടാത്തതാണ് എനിക്ക് കിട്ടിയത്. അതിനെ കുറിച്ച് കുറച്ച് അസൂയപ്പെട്ടിട്ട് കാര്യം. ഓ, ഹലോ അപ്പേ. ആ, ഇങ്ങോട്ടോ? ആഹാ, ശരി ശരി. അതെ, എന്റെ അപ്പനും അമ്മയും ഇങ്ങോട്ട് വരുന്നുണ്ട്. ഞാൻ എന്തായാലും ടൂർ അങ്ങ് ക്യാൻസൽ ചെയ്യാൻ പോവാ. ടൂർ ക്യാൻസൽ ചെയ്യണ്ട. നീ ഇവിടെ നിന്റെ അപ്പനും അമ്മയായിട്ട് അടിച്ചു പൊളിക്കും. ഞാൻ നിന്റെ കൂട്ടുകാരോടൊപ്പം ടൂർ പോയി അടിച്ചു പൊളിക്കാം. അയ്യടാ, ഇപ്പൊ ശരിയാക്കി തരാം. നിക്കട്ടാ. ആ അപ്പേ, അതെ, ഞാനൊരു കാര്യം പറയാൻ മറന്നു. നിങ്ങൾ ഇങ്ങോട്ട് വരണ്ടേട്ടാ. ഞങ്ങള് 2 ദിവസമായിട്ട് ഇവിടെ ഉണ്ടാവില്ല. ആ, ശരി. അതെങ്ങനെയുണ്ട്? അത് കൊള്ളാം. ഞാനേ ഇപ്പൊ വരാട്ടാ. എവിടെ പോണ്? എടി, നമ്മുടെ ആ തോറ്റ സ്ഥാനാർത്ഥിയില്ലേ സോമൻ, അവൻ തോറ്റ് കഴിഞ്ഞിട്ട് എന്തോ കുഴപ്പമുണ്ടാവും. ഞാൻ ഒന്ന് അവനെ പോയി കണ്ടിട്ട് വരാം. ഇതാ, വേഗം വന്നേക്കണേ. ഓ, ആടാട് ആടാട് ആടാടാടാട് ആടുവാമ്പേ ആടുവാമ്പേ. തന്നെത്താൻ അങ്ങ് ആടിയാ മതി. നിങ്ങളല്ലേ കുടിക്കണത്? നിങ്ങള് പാമ്പാട്ട്. ഇത്രയും കൂടുതലായിരുന്നു ചേച്ചി? ആ, കുറച്ചു ദിവസമായി. ചേച്ചി, അസുഖം എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ഇത്രക്ക് അങ്ങനെ പ്രതീക്ഷിച്ചില്ലട്ടാ. കണ്ടമാനം കൂടുതലായിപ്പോയല്ലോ. ഇലക്ഷന് മുമ്പ് ഒന്ന് കണ്ടായിരുന്നു. അന്നൊരു കയ്യിലൊരു ഏണി, പിന്നെ ഒട്ടിച്ച് നല്ല പാമ്പ് വരാം. ആ പുള്ളിയുടെ ചിഹ്നം അതായിരുന്നല്ലേ, ഏണിയും പാമ്പും. പാമ്പിനെയും കൊണ്ട് നടക്കാൻ പറ്റാത്തത് കൊണ്ട് ഏണിയും ചുമന്ന് പുള്ളി അടിച്ച് പാമ്പായിട്ട് നടക്കും. ചിഹ്നം കാണിക്കണ്ടേ ആൾക്കാരും. ഇപ്പൊ ചേച്ചിക്ക് ഏണിയായി, പുള്ളി പാമ്പുമായല്ലേ? ആ, സഹിക്കണമല്ല, അതിപ്പോ എന്ത് ചെയ്യാൻ. അപ്പൊ നല്ല സാധനമൊക്കെ അടിക്കണല്ലേ? അയ്യോ, നല്ല സാധനമൊന്നും അല്ല അടിക്കണത്, ചാത്ത സാധനമാണ് അടിക്കണത്. പിന്നെ ആൾക്കാരുടെ മുന്നിൽ നാണം കിടണ്ടല്ലോ എന്ന് കരുതിയിട്ട് അപ്പുറത്തെ ചേട്ടൻ അടിക്കണം നല്ല സാധനത്തിന്റെ കുപ്പി ഞാൻ പെറുക്കി കൊണ്ടുവന്ന് ഇവിടെ കൂട്ടി വെച്ചത്. പാലില്ലേ, പാല് തിളപ്പിക്കാൻ നിൽക്കാൻ നേരത്ത് നമ്മ എത്ര തിളപ്പിച്ചാലും പൊങ്ങൂല. നമ്മ മാറുമ്പോ പാല് പൊങ്ങി വരും. നമ്മ പോണ്ടെന്ന് പാല് എത്തി നോക്കണേ. അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. രാത്രി മഴ പെയ്യില്ല, പകലും പെയ്യും. പകല് പെയ്യുമ്പോ സൂര്യൻ നനയില്ലേ, പനി പിടിക്കൂല. ആര് വരുന്നോളൂ? നിങ്ങൾ എന്തായിരുന്നു വന്നത്? ഞങ്ങൾ ഇച്ചിരി സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നു. സാമ്പത്തിക ഇടപാടാ? ആരുമായിട്ട്? ഈ ചേട്ടനുമായിട്ട്. എപ്പോ? ഈ ഇലക്ഷന് ചേട്ടന് ടൈറ്റ് ആയപ്പോഴേ എന്നോട് ഇച്ചിരി പൈസ ചോദിച്ചു. ഒരു 1000 രൂപ തരാമെന്ന് ചോദിച്ചു. എന്റെ പൊന്നു ചേച്ചി, ഞാൻ ഇത് പേ ചെയ്തപ്പം ഒരു 0 കൂടി പോയി. 1000-ന് പകരം 10,000 വെച്ചിരുന്നു. അതെന്നെ. 10,000 രൂപ ചേട്ടന് കൊടുത്തോ? ഈ അവസ്ഥ ഞാൻ എങ്ങനെ പറയാം? അപ്പൊ ചേച്ചിയോട് ഒന്ന് അറിഞ്ഞിരിക്കണ്ടേ, അതിനുവേണ്ടി ഞങ്ങൾ വന്നത്. ആദ്യത്തെ ബൂത്തെണ്ണുമ്പോ 800 വോട്ടിന് ലീഡായിരുന്നു. 800 വോട്ടിന്. ഞാൻ എങ്ങനെ ചേട്ടനോട് പറയും? അതെ, ഞാൻ അറിയാണ്ട് നിങ്ങൾ കൊടുത്ത പൈസയല്ലേ. ചേട്ടന് ഇപ്പൊ ബോധം ഇല്ലല്ലോ. ബോധം വരുമ്പോ നിങ്ങൾ തമ്മിയായ ഇടപാട് തീർക്കണമായിരിക്കും നല്ലത്. ഒരു അത്യാവശ്യം സഹായിച്ചല്ലേ ചേച്ചി? ഞാൻ അറിഞ്ഞിട്ട് കൊടുത്തില്ലെന്നല്ലേ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് ചേട്ടന് ബോധം വരുമ്പോ ചേട്ടൻ തന്നെ ആ പൈസ തരും. ചേട്ടൻ ആരെയും പറ്റിക്കണ സ്വഭാവം ഇനി എന്ന് ബോധം വരാനാന്നേ? കേട്ടോ, എന്താണ്? ഞാൻ 1000 രൂപ ചോദിച്ചു. നീ ഒരു 0 കുറച്ച് 100 രൂപ ഇട്ട് തന്നു.
ശരിയാണ്. ഈ പൂജ കുറവാണോ? കൂടിപ്പോയെന്നാണല്ലോ വന്നേ. അപ്പൊ ഞാൻ അത് ആർക്കടാ അയച്ചത്? ആ എനിക്ക് കാര്യം മനസ്സിലായി. ബോധമില്ലാത്ത ആളിനെ പറ്റിച്ച് കാശ് മേടിച്ചോണ്ട് പോകാനുള്ള തയ്യാറെടുപ്പായിരുന്നു. അല്ലല്ല, അങ്ങനെയല്ലേ ചേച്ചാ, അങ്ങനെ ഞങ്ങളെ കാണരുത് കേട്ടോ. അങ്ങനെ ഓർമ്മയില്ലാത്തൊരു മനുഷ്യനെ പറ്റിക്കരുത്. അല്ലല്ല അങ്ങനെ കാണരുത്. ഞങ്ങൾ അത്രക്കാരൊന്നും അല്ല. ശരി, ഓ മനസ്സിലായി. മുതലെടുക്കാൻ വേണ്ടി വന്നു. ന്റെ പൊന്നോ, ഇങ്ങനത്തെ കുറെ മനുഷ്യര്. എന്നാലും നിങ്ങളെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കണം കേട്ടാ. ഞാൻ സമ്മതിക്കില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ രോഗത്തിന് ഒരു ഭേദവും ഇല്ലെങ്കിലും ബോധത്തിന് ഒരു കുറവും ഇല്ലല്ലേ? ആര് പറഞ്ഞു?